കൂട്ടുകാരെ, നമുക്കിന്ന് ചിക്കൻ കൊണ്ടുള്ള മോമോസ് അടിപൊളിയായിട്ട് വീട്ടിലെങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. നമുക്കിനി ആദ്യം അതിലേക്കുള്ള മാവ് കുഴച്ചെടുക്കാം. ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു 1.5 കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് കൊട്ടിക്കൊടുക്കാം. ഇനി ഇതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഉപ്പ് എല്ലായിടത്തും പെടട്ട്. നമുക്കിനി ഇച്ചിരിച്ചാ വെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുക്കാം. നല്ല കട്ടിയും പാടില്ല, നല്ല സോഫ്റ്റായിട്ടും പാടില്ലാത്ത രണ്ടിൻ്റെ ഇടയിലാക്കി നമുക്ക് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതിയേ, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. ഇപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് 5 മിനിറ്റ് കുഴച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ പരുവത്തിൽ വേണം കുഴയ്ക്കാൻ. ഇനി നമുക്കിതൊരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കാം. ഇനി ഇതിവിടെ ഇരുന്നോട്ടെ. നമുക്കിനി മോമോസിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളത് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ എല്ലില്ലാത്ത 1/4 കിലോ ഇറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ എല്ലില്ലാത്ത കഷ്ണങ്ങളാണ്. ഇത് നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി നമുക്ക് മിക്സിയിൽ കൊണ്ടുവച്ചിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. ഇതേപോലെ അരച്ച് കൊണ്ടുവരണം ഇറച്ചിട്ട. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കൊട്ടിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ക്യാബേജ്, കുനുകുന അരിഞ്ഞ വലിയുള്ളി, എല്ലാതും കുനുകുന അരിയണം കേട്ടോ മക്കളെ. കുനുകുന അരിഞ്ഞ ക്യാരറ്റ്, ഇത് 3ഉം അര കപ്പാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം 1 ഇഞ്ചിയും വലിയ 3 ഇല്ലി വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ച് അരച്ചെടുത്തത്, ഒരിച്ചിരി മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ 1 ടീസ്പൂണ് മുളക് പൊടി, ഞാൻ കാശ്മീർ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് നല്ലെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് എല്ലാതും മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ മാവ് എടുത്തിട്ട് പരത്തിയെടുക്കാം. ആദ്യം നമുക്ക് ഇവിടെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം, വിതറി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഞാനിത് ചെറിയതാക്കണമൊന്നുമില്ല കേട്ടോ, വലുതായിട്ട് ഒന്നിച്ചങ്ങോട്ട് പരത്താ ചെയ്യണത്. പരത്തുമ്പോൾ കനം കുറച്ച് വേണം പരത്താൻ കേട്ടോ. അങ്ങനെ നമ്മൾ വലുതാക്കി പരത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു പാത്രം കൊണ്ട് മുറിച്ചെടുക്കാം. ഞാൻ ഈ പാത്രം കൊണ്ടാണ് മുറിക്കണത്. ഇങ്ങനെ നമുക്ക് എല്ലാതും മുറിച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ വലിച്ചെടുക്കുമ്പോഴേ റൗണ്ട് അവിടെ ഇരിക്കും, ബാക്കിയുള്ളതൊക്കെ ഇനി പോരും. അങ്ങനെ നമ്മുടെ റൗണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഒരു പരത്തിയതെടുത്ത് ഇവിടെ വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ 1 സ്പൂണ് മസാല വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിങ്ങനെ മടക്കിയെടുക്കാം. മടക്കുമ്പം ഓരോരോ മടക്കിനും നമ്മളിങ്ങനെ നെക്കി കൊടുക്കണം കേട്ടോ. അത് മടക്കിൻ്റെ മേലെ വെക്കരുത്, വിട്ട് വേണം വെക്കാൻ. ഇങ്ങനെ
ഇത് കണ്ടില്ല ആ ഡിസൈൻ മടക്കിയത്. ഇനി നമുക്ക് ഇതിങ്ങനെ മസാല ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നെക്കി കൊടുക്കുക. നല്ല അമർത്തി പൂട്ടി വെക്കുക. കണ്ടില്ലേ, ഇപ്പുറത്ത് നെറിയില്ല, ഇപ്പുറത്ത് നെറിയുണ്ട്. മക്കളെ, ഇത് ഉണ്ടാക്കുമ്പോൾ ഈ ഡിസൈൻ മാത്രമല്ല പല പല ഡിസൈനിൽ ഉണ്ടാക്കുക. ഈ ഡിസൈൻ ഉണ്ടാക്കാനാണ് ഒന്ന് എളുപ്പത്തിലുള്ളത്. അതാണ് ഈ ഡിസൈൻ ഞാൻ തിരഞ്ഞെടുത്തത്. ഇനി നമുക്ക് എല്ലാതും ഇതേപോലെ ആക്കിയെടുക്കാം. മക്കളെ, ഇത് ഉണ്ടാക്കിയിട്ട് ഒരു വെള്ള നനയുള്ള തുണി കൊണ്ട് മൂടി വേണം വെക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ഉണങ്ങിപ്പോവും. അങ്ങനെ നമ്മുടെ മോമോസൊക്കെ പരത്തി ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഇത് വേവിക്കുക മാത്രമല്ല പൊരിച്ചിട്ടും എടുക്കാം, ആവിയിൽ വെച്ചിട്ടും എടുക്കാം. അതിന് വേണ്ടി ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് അടിപൊളി ആവി വരാൻ തുടങ്ങി. ഇനി നമുക്ക് മേലത്തെ തട്ട് എടുക്കാം. അടിയിലത്തെ തട്ടിൽ നമുക്കിത് വെച്ച് കൊടുക്കാം. ഞാനതിൽ ഇച്ചിരി ഇല ഇട്ടിട്ടുണ്ട്. ഒന്നൊന്നായിട്ടിങ്ങനെ അടുക്കി അടുക്കി വെച്ച് കൊടുക്കുക. ഇപ്പം ഇതിൽ വെച്ച് കൊടുക്കൽ കഴിഞ്ഞ് ഇനി ഞാൻ ഒരു തട്ടും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ തട്ടിൽ ഞാൻ ലേശം എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പം എല്ലാതും വെച്ച് കൊടുത്തു കഴിഞ്ഞ് നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. ഇതിനി ഒരു 20 മിനിറ്റ് ആവിലിരുന്ന് വേവട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ മക്കളെ, നമ്മുടെ മോമോസ് വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. ആവിയൊക്കെ കണ്ടില്ലേ, പറന്ന് പോണ്. ഇനി നമുക്കിത് ഈ സാധനം വെച്ച് ഓരോന്നായിട്ട് എടുക്കാം. പാത്രത്തിൽ വെച്ച് കൊടുക്കാം എടുത്തിട്ട്. മക്കളെ, നമ്മുടെ മോമോസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് സോസ് കൂട്ടി കഴിക്കാൻ എന്താ ടേസ്റ്റ് വെച്ചിട്ടാ. ഇത് കാണാൻ തന്നെ കണ്ടില്ലേ എന്ത് ഭംഗിയാ. ഇനി ഞാനിതിൽ ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മുടെ മോമോസിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ച ചിക്കൻ വെച്ചിട്ടുള്ള മസാല നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ മക്കളെ, ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇത് എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.